സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വളരെ മനോഹരമായൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കൊലപാതകിയായിട്ടുള്ള ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ആ മോൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. എന്തുകൊണ്ടാണ്? നമ്മുടെ കേരള പോലീസ് മുണ്ടും മടക്കി കുത്തി, അല്ലെങ്കിൽ നല്ല ബെൽറ്റും അങ്ങോട്ട് ടൈറ്റ് ആക്കി കൈയും മടക്കി വെച്ചിട്ട്, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലടി, നിന്നെ ഞങ്ങൾ തൂക്കിലേറ്റുമെന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന് പോലീസ് പറഞ്ഞത്, പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് യുവാക്കളുടെ ജീവിതം ഇവൾ കവർന്നെടുക്കുമെന്നുള്ളതാണ്. അതിൽ കറക്റ്റാ പറയുന്നത് ഇങ്ങനെയാണ്: ദീപകിന്റെ മരണം, ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചാൽ മറ്റ് സ്ത്രീകളും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ട് കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവും. റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ വിവാദ പരാമർശം. ഇതിൽ വിവാദ പരാമർശം എന്ന് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഷിംജിതയെ ഇതിപ്പോൾ വെറുതെ വിടുകയാണെന്ന് വെച്ചോ. അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഷിംജിത പുറത്തിറങ്ങിയിട്ട് നാളെയും ഈ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട്, ഗൈസ് ഇതാ ഗൈസ് എൻ്റെ അവിടെ മുട്ടുന്നു, ഗൈസ് ഇതാ ഇവിടെ മുട്ടുന്നു, ഗൈസ് നിങ്ങൾ നോക്കൂ, ഈ ആംഗിളിൽ നോക്കിയിട്ട് ക്ലിയർ അല്ലേ, ഇങ്ങനെ നോക്കിയിട്ട് ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോണും പിടിച്ചുകൊണ്ട് പല ആംഗിളുകളിൽ വീഡിയോ എടുത്തുകൊണ്ട് കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യരെ, അതായത് നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്നവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുമെന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് പോലീസ് പറഞ്ഞു, ഈ പരിപാടി ഇനി നടത്താനായിട്ട് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പരിപാടി ഇനി ഇവിടെ വേണ്ട, അതുകൊണ്ട് നീ ജയിലിൽ തന്നെ കിടന്നാൽ മതി എന്നുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ജീവിതകാലത്തിൽ ഇവള് പുറം ലോകം കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ കേരള പോലീസിനോട് ഒരുപാട് ബഹുമാനം തോന്നിയ ഒരു നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണിത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കേരള പോലീസിന് നൽകുകയാണ്, അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിന്. കാരണം സ്ത്രീകളെ എല്ലായ്പ്പോഴും അതിജീവിതകളെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുകളിൽ കൂടി കണ്ടുകൊണ്ട് അവർക്ക് നിയമത്തിന്റെ എല്ലാ പഴുതുകളിൽ കൂടിയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിയമ സംവിധാന വ്യവസ്ഥയുള്ള നമ്മുടെ നാട്ടിൽ ഈ ഒരു തോന്നിവാസം കാണിച്ചവളെ പിടിച്ചകത്തിടാൻ വേണ്ടിയിട്ടും ആ ഒരു ആർജവം കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെക്കാളൊക്കെ ഒരുപാട് നന്ദിയുള്ളത് ആ അമ്മയ്ക്കും ആ അച്ഛനുമായിരിക്കും, ദീപകിന്റെ ആത്മാവിനുമായിരിക്കും. പിന്നീട് ഇടയിലൊക്കെ നമ്മൾ കണ്ടൊരു വാർത്തയുണ്ട്, ഈ ദീപകിന്റെ മരണത്തിൽ ഈ ഹണി ട്രാപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു അന്വേഷണം. ഇതിനൊരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപകിന്റെ അക്കൗണ്ടിൽ നിന്ന് മരിക്കുന്നതിന്റെ മുൻപുള്ള ദിവസം, അതായത് ഈ മരണം സംഭവിക്കുന്ന അതേ ദിവസം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 40,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാഷ് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, ക്യാഷ് തട്ടാൻ വേണ്ടിയിട്ട് ഈ ഷിംജിതയും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് കളിച്ച കളിയാണോ ഇതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും കേസിന്റെ വഴിയിൽ പോകുന്നുണ്ട്. അതെന്തായാലും ഉടനെ പോലീസ് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ ഷിംജിത എന്ന് പറയുന്നവളെ ഇനിയും പുറം ലോകം കാണാൻ സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ നല്ല മണിച്ചിത്രത്താഴായിട്ട് കേരള പോലീസ് പൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് വരുന്നത് കുടുംബത്തിൽ പിറക്കാത്ത മാന്യതയില്ലാത്ത കുറേ മരവാഴകളാണെന്നുള്ളൊരു കാര്യവും നമ്മൾ കണ്ടതാണ്. അതായത് ശ്രീലക്ഷ്മി അറക്കൽ പോലെയുള്ള വൃത്തികെട്ട, ജനങ്ങൾക്കെല്ലാം അറപ്പും വെറുപ്പുമുള്ളൊരു സാമാന്യമൊക്കെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഈ രീതിയിൽ വരുമ്പോൾ അവൾക്കുള്ളൊരു മറുപടിയുമായിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്നത്. അയാൾ ഇവരെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അവസാനം പിന്നെ അടിയിലെ കലാശിക്കത്തുള്ളായിരുന്നു, അത് വേറെ വെച്ച്. ഓക്കെ, അപ്പോ നമ്മളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാതിരിക്കുക, കുറച്ചൊക്കെ ഒതുങ്ങുക. കാരണം സ്ത്രീകൾക്ക് പോലും നിങ്ങളെ വേണ്ട. ശ്രീലക്ഷ്മി അറക്കയോ ഭാഗ്യലക്ഷ്മിയോ ദിയാസനി ഒന്നും ഇപ്പൊ സൈലന്റ് ആണ്. ഓക്കെ, സൈലന്റ് ആണെന്നവരെ നമ്മളൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങളെയൊന്നും സ്ത്രീകൾക്ക് പോലും വേണ്ട. കാരണം മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങളെ വേണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് കയറി തള്ളി കയറേണ്ട കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. നിങ്ങളിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങള് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് മാസങ്ങളോളമാണ് ആശാവർക്കർമാർ സമരം ചെയ്തത്. സത്യം, ഞങ്ങളവിടെ പോയിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ട കാര്യമുണ്ട്, പുരുഷന്മാരെ സംഘടന പോകേണ്ട കാര്യമുണ്ട്. പക്ഷെ ആശാവർക്കർമാര് ആ കോവിഡ് സമയത്ത് നമ്മളുടെയൊക്കെ വീട് കയറി ഇറങ്ങിയതിന്റെ ഓർമ്മയുണ്ടായിരുന്നു. ആ ഓർമ്മയുടെ ബലത്തിലാണ് ഞങ്ങള് അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുകൊടുത്തത്. നിങ്ങൾ ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ അവിടെ പോയി 1 രൂപ കൊടുക്കുകയോ അല്ലെങ്കിൽ 1 രൂപയുടെ സാധനം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പൊ കൊടുക്കാത്ത നിങ്ങള് ഇനിയിപ്പോ സ്ത്രീ സംരക്ഷണമെന്നോ അല്ലെങ്കിൽ അതിജീവിതയുടെ എന്തോ പൊക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ സംസാരിക്കാതിരിക്കുക. നിങ്ങളൊക്കെ സംസാരിച്ചാൽ അത് അതിശക്തമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അത് കുറച്ച് കടുത്തു പോകും. അതിനേക്കാളും മര്യാദക്കൊക്കെ ഇരിക്കാൻ നോക്കുക. എന്തായാലും അറക്കലിനെതിരെയും ഞങ്ങള് കമ്മിറ്റിയിൽ കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് ശ്രീലക്ഷ്മി അറക്കലിനെയും ചെകുത്താനെ ഞാൻ വിളിക്കുന്നുണ്ട്, വിളിച്ചതിന് ശേഷം തീരുമാനിക്കും. അപ്പൊ പിന്നെ അപ്സയ്ക്ക് ഓൾറെഡി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈക്കോടതിയിൽ ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ
കണ്ടില്ലേ ഈ ട്രെൻഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന അപ്സ എന്ന് പറയുന്ന ഒരു നായിന്റെ മോളാണ്. അവളിപ്പോൾ അടിപൊളിയായിട്ട് എനിക്കെതിരെ പരാതി കൊടുത്താലും എനിക്കൊരു കോപ്പുമില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരൊറ്റ വീഡിയോയോട് കൂടി അവൾ വൈറലായി. അത് കണ്ടപ്പോൾ അതേപോലെ വൈറലാവാൻ വേണ്ടിയിട്ട് വന്ന ഷിംജിതയാണ് ഇപ്പോൾ എയറിലായി ഇപ്പോൾ ഒരു 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി കൂടി ജീവിച്ച് കൂടി പോകുന്നത്. ഇവൾക്കൊക്കെ അഴിഞ്ഞാടി നടക്കുമ്പോൾ ഇവളുടെ ഒന്നും ആ പർദ്ദയൊന്നും വേണ്ടായിരുന്നു. പോലീസ് പിടിച്ചപ്പോൾ പർദ്ദയും മാസ്കും ഒക്കെയാണ് കേട്ടോ. അതാണ് മുഖ്യ വേഷം. പോലീസ് അതിനുള്ള അവസരം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോലീസിനെ കുറ്റം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു നിലപാടെടുത്ത പോലീസിൻ്റെ അടുത്ത് അങ്ങേയറ്റം ബഹുമാനം തന്നെയാണ്. അവളെ പിടിച്ചുകൊണ്ട് പോകേണ്ട രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ആ ഒരു റൂളിലല്ല അവർ കൊണ്ടുപോയത്. പക്ഷേ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അവളിനും പുറം ലോകം കാണാൻ പാടില്ല സാറുമാരെ എന്ന അച്ഛനും അമ്മയും കരഞ്ഞു പറഞ്ഞത് പോലീസിനും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കും മനസ്സിലായതുകൊണ്ട് തന്നെയായിരിക്കണം അവളെ ഇനിയും പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തിലേക്ക് നമ്മുടെ പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ എത്തിച്ചത്. എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളിൽ അജിത് കുമാറിൻ്റെ പല സമയങ്ങളിലുള്ള നിലപാടുകളിലൊക്കെ നമ്മൾ എതിർത്തിട്ടുണ്ട്. വേടനെ പറ്റി കുറ്റം പറഞ്ഞപ്പോൾ നമ്മൾ ചീത്തയും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അജിത് കുമാർ പറയുന്നൊരു കാര്യം 100% ഞാൻ ഓക്കെ പറയുകയാണ്. അതേപോലെ തന്നെ പോയിന്റാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം. അതായത് ഈ സംഭവങ്ങൾ ഈ ഷിംജിത എന്ന് പറയുന്ന അവൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് വരുന്ന ഫെമിനിസ്റ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, എന്തേ ആശാ വർക്കർമാർ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്ര 100 ദിവസത്തിന് മുകളിൽ എങ്ങാണോ അവർ സമരം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം അവരവിടെ നിന്ന് പട്ടിണിയായിട്ടൊക്കെ ഇങ്ങനെ നിരാഹാര സമരമൊക്കെ ചെയ്ത സമയത്തും ഈ ഒരൊറ്റ ഫെമിനാച്ചികൾ അല്ലെങ്കിൽ ഒരൊറ്റ ഫെമിനിസ്റ്റുകളെ അവിടെ കണ്ടില്ലല്ലോ എന്നാണ് അജിത് കുമാർ ചോദിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്ത്രീകളോടുള്ള സ്ത്രീകളുടെ തന്നെ ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇവർക്ക് ആണുങ്ങൾക്ക് മേലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ വാ തുറക്കാനായിട്ട് അവിടെയൊക്കെ നാക്കിന് ഭയങ്കര നീളം, റോഡിൽ കൂടെ എഴുതിയും ആ നാക്ക് കിടന്ന്. എന്നാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടായാലോ ഒന്നും മിണ്ടില്ല. അതൊന്നും നമുക്കൊരു സെൻസേഷണൽ ഇഷ്യൂ അല്ല. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് റീച്ച് കിട്ടില്ല. ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ നേരത്തേക്ക് ഈ തുണി അഴിച്ചാടിയാലൊക്കെ റീച്ച് കിട്ടുള്ളൂന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ 10 പേരുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചാ. അത് മനസ്സിലായത് കൊണ്ടാണ് ശ്രീലക്ഷ്മി അറക്കൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് തോന്നിവാസം വിളിച്ച് പറയുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ അവൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും പേരിൽ അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പരാതി കൊടുത്തു എന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പരാതി കൊടുത്താലും പോലീസ് വിട്ടിരിക്കുന്ന ശ്രീലക്ഷ്മി അറക്കലെ നിന്നെപ്പോലെ മാന്യതയില്ലാതെ ജീവിക്കുന്നവളുമാരുടെ കേസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ കേസുകൾ അന്വേഷിച്ച് അതിനൊരു തീരുമാനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ അഴിഞ്ഞാടി പണത്തിന് വേണ്ടി എന്ത് തോന്നിവാസം കാണിക്കുന്നത് നിന്റെ കേസ് എടുത്തിട്ട് പരിഗണിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം നിഷേധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ പടക്കം പൊട്ടിക്കേണ്ട ഒരു കണ്ടീഷൻ അല്ല, ഒരു കേസാണ്. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവളിനി പുറം ലോകം കാണില്ല മക്കളെ. ഈ തോന്നിവാസം കാണിച്ച് ആ ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊന്നു കളഞ്ഞവള് ഇനി ജീവിക്കാൻ അവൾ അർഹയല്ല. അവളുടെ മുഖത്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കയറിപ്പോയപ്പോൾ. ഇവളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ളൊരു കോൺഫിഡൻസ്. ഇപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ താഴ്ന്ന് ഏറ്റവും പാതാളത്തിലേക്ക് പോയിട്ടുണ്ട്. ഇവളെ പിന്തുണയ്ക്കുന്ന ഇവളുടെ മതവിഭാഗത്തിൽപ്പെട്ടവരൊന്നും അവരെ കൂടെ കാണില്ല എനിക്കറിയാം. അപ്പോൾ ഇവരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഇവളുടെ സഹോദരനുണ്ട്. ഈ കാര്യങ്ങളിൽ ഇവന്റെ പങ്ക് എന്താണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കണം. എന്ത് തന്നെയാണെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഈ നായിന്റെ മോള് പുറം ലോകം കാണാതെ ആ ജയിലിനുള്ളിൽ തന്നെ ആ ജയിലിന്റെ കമ്പികളും എണ്ണി ഗോതമ്പുണ്ടയൊക്കെ മൂഞ്ചി അല്ലെങ്കിൽ ഗോതമ്പുണ്ടയൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.